ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ഒരു വർക്കാണ് ചെയ്യുന്നത്. ബുള്ളി നോട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചുരിദാറിൻ്റെ നെക്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. ബുള്ളി നോട്ടിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണം നോക്കാം കേട്ടോ. ഈ 2 കളർ നൂല് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ ഈ റൗണ്ടായിട്ട് നമ്മൾ ഈ ഒരു ബുള്ളി നോട്ട് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. ഈ 2 കളർ നൂലാണ് എടുത്തേക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. ബാക്കി ഒരു 4 കൂടി ഉണ്ട്, നമുക്കതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നൂല് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നൂല് സൂചി ഒന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കാം കേട്ടോ. ഒരു 18 പ്രാവശ്യം നമ്മൾ ചുറ്റുണ്ട് കേട്ടോ. നമ്മളൊരു 18 പ്രാവശ്യം ഈ നൂല് സൂചീനൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വലിച്ചെടുത്തിട്ട് ആ കുത്തിയെടുത്ത് തന്നെ നമുക്കൊന്ന് താഴ്ത്തി കൊടുക്കാം കേട്ടോ. കുത്തിയോട് തന്നെ ഒന്ന് റൗണ്ടായിട്ട് നമ്മൾ താഴ്ത്തി കൊടുക്കണം. ഇടുത്തതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മൾ അടുത്തൊരു റൗണ്ടും കൂടെ നമ്മൾ കൊടുക്കാൻ പോവാണ്. 18 പ്രാവശ്യം തന്നെ നമ്മൾ കറക്റ്റ് എല്ലാ ഫ്ലവറും ഇതുപോലെ 18 പ്രാവശ്യം നമ്മൾ ചുറ്റുണ്ട് കേട്ടോ. ഈ നടുവിലെടുത്തതിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. 18 പ്രാവശ്യം തന്നെ ചുറ്റുമായിട്ടെല്ലാം. നമ്മൾ 18 അല്ലാതെ നമ്പർ തെറ്റിക്കുമ്പോൾ നമ്മുടെ ഈ ഫ്ലവറിൻ്റെ വലിപ്പം പല സൈസാവും. അപ്പോൾ ഒരെണ്ണത്തിൽ ഒരേ അളവ് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. ആറെണ്ണാട്ടോ നമ്മൾ ഒരു ഫ്ലവറിൽ നമ്മൾ ചെയ്യുന്നത് 6 നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം കൂടെ നമ്മൾ ചെയ്യാം കേട്ടോ. ഫ്ലവറുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ലീഫുകൾ കൊടുക്കണം. നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യാതെ ബീഡ്സ് ഇങ്ങനെ വെക്കാതെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഓരോ ബീഡ്സ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ബീഡ്സ് വെക്കാതെ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ. നമ്മളിതൊരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതും കൂടെ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഫ്ലവർ കൊടുത്തതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ബീഡ് ഈ സൈസിലുള്ളൊരു ബീഡ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാ ഒരു സൂചി നൂറ് എടുത്തിട്ട് ഈ ഒരു ബീഡ് എടുത്തിട്ട് ഇത് കുത്തി കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഉള്ളിൽ നടുവിൽ 2 നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിലും നമുക്കിങ്ങനെ ഓരോ ബീഡ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഡ്രസ്സിൻ്റെ കളറിൻ്റെ മാച്ചിനനുസരിച്ച് നമുക്ക് ഏത് ബീഡ്സാണെന്ന് വെച്ചാൽ അതൊക്കെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ഇനി ഇതിൻ്റെ ഇടയിൽ ഒരേ ലീഫ് കൊടുക്കുന്നുണ്ട്. ആ ലീഫിനായിട്ട് കട്ട് ബീഡാണ് എടുത്തിട്ടുണ്ട്. പച്ച കളർ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ലീഫ് തുന്നി കൊടുക്കാം കേട്ടോ. ലീഫ് തുന്നാനായിട്ട് 3 കട്ട് ബീഡ് എടുത്തിട്ട് നമുക്ക് നേരെ തന്നെ ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ. നേരെ തന്നെ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ 3 ബീഡ് കുത്തി ആദ്യം തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരെണ്ണം നേരെ തന്നെ കുത്തി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ബീഡ് വിട്ടിട്ട് നമ്മൾ ആദ്യം 3 എണ്ണം കൂടി എടുത്തിട്ട് നേരെ ഇതിൻ്റെ അടിയിൽ തന്നെ കൊണ്ടുപോയി കുത്തുക കേട്ടോ. ഈ നമ്മൾ 3 എണ്ണം കുത്തിയതിൻ്റെ നേരെ അടിയിൽ തന്നെ നമ്മൾ സൂചി കൊണ്ട് കുത്തിയിറക്കുക. ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ ചെയ്യട്ടെ. ഈ ഒരു ബീഡ് താഴെ ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കുക. 3 ബീഡ് എടുക്കുക കേട്ടോ. ആദ്യം 3 എണ്ണം എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ താഴെ നേരെ അടിയിൽ തന്നെ കൊണ്ടുപോയി കുത്തുക കേട്ടോ. ഞാൻ ആദ്യം ഇപ്പോൾ ചെയ്തതിൻ്റെ ഒരു ബീഡ് വിട്ട് ആദ്യം സൂചി കുത്തി എടുക്കുക. എന്നിട്ട് 3 ബീഡ് ആദ്യം ഇടുക കേട്ടോ. 3 എണ്ണം എടുത്തിട്ട് ആദ്യം ഏറ്റവും അടിയിൽ നേരെ തന്നെ കൊണ്ട് കുത്തി കൊടുക്കുക കേട്ടോ സൂചി. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ കേട്ടോ. ഒരു ബീഡ് താഴെ 3 ബീഡ് ആദ്യം എടുക്കുക. എന്നിട്ട് ഏറ്റവും അടിയിൽ തന്നെ ഇതിൻ്റെ നേരെ തന്നെ കൊണ്ട് കുത്തി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അപ്പോൾ അടുത്തൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.